പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ വിശുദ്ധ അൽഫോൻസാമയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭരണജ്ഞാനത്തെ വിശുദ്ധ അൽഫോൻസാമ കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വിശുദ്ധയാണ്. 36-ാമത്തെ വയസ്സ് മരിച്ചു. സഹനമായിരുന്നു നല്ലൊരു പങ്ക്. കാലഘട്ടത്തിൽ കുറച്ചാള് ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്തു. പിന്നെ രോഗശൈലിയിലായിരുന്നു. സഹനം ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ടതാണ്. സഹനം എന്തിനാ ദൈവം അനുവദിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനം 17:27. അപ്പോസ്തല പ്രവർത്തനം 17:27. എന്തിനാണ് കഷ്ടപ്പാടുകൾ ദൈവം അനുവദിക്കുന്നത്? ഇത് മനുഷ്യർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടി അത്രേ. തകർച്ച എന്തിനാണ് ദൈവം അനുവദിക്കുന്നത്? എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ തകർച്ചകളും സഹനങ്ങളും ഉണ്ടാകും. ഒരു ദിവസത്തിൽ 12 മണിക്കൂർ പകലാണെങ്കിൽ 12 മണിക്കൂർ രാത്രി. പകൽ മാത്രം ഉള്ള പരിപാടിയില്ല ദൈവത്തിന്. രാത്രിയും പകലുമാണ്. രാത്രി കഴിഞ്ഞ് പകൽ വരുമ്പോൾ നല്ല സന്തോഷമാകും, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഇവിടെ കട്ട പിടിച്ച ഇരുട്ടാണെങ്കിൽ, നമ്മുടെ വീടാണെങ്കിൽ പോലും നമുക്ക് ഭയമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം മുട്ടുവോ തട്ടുവോ. ഒരു തിരി കത്തിച്ചാലോ പ്രകാശമായി, ഒരു ബൾബിട്ടാലോ അന്ധകാരം മാറി. അതുപോലെയാണ് ഒരു വചനം, ഒരു പ്രത്യാശയുടെ വചനം പറഞ്ഞാൽ നമ്മുടെ ദുഃഖം പോവും, പിശാച് പോവും. നിരാശയുടെ പിശാച് പോകണമെങ്കിൽ, ആകുലതയുടെ പിശാച് പോകണമെങ്കിൽ അതിന് പറ്റിയ വചനം പറയണം. വചനമില്ലാത്തവരുടെ തലയിൽ പിശാച് കയറും. ദുഃഖിച്ചോ, സങ്കടപ്പെട്ടോ, പണ്ടൊരു മണ്ടത്തരം പറ്റിയില്ലേ, അതോർത്ത് ദുഃഖിച്ചോ, പണ്ട് അവർ കുറ്റം പറഞ്ഞില്ലേ, അതോർത്ത് ദുഃഖിച്ചോ, പണ്ട് അമ്മായിമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ, അമ്മായിമ്മ ഇങ്ങനെ പെരുമാറിയില്ലേ, ദുഃഖിച്ചോ. അത് ആരാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്? ദുഃഖം ഉണ്ടാക്കുന്നത് പിശാചാണ്. സാത്താൻ്റെ പണി ദുഃഖം, നിരാശ, ആകുലത, ഉത്കണ്ഠ, കുറ്റബോധം, ഭയം ഇതെല്ലാം ഉണ്ടാക്കുകയാണ്. ഇന്നലെ ഉണ്ടാക്കിയ ഭയം തന്നെ നാളെ ഉണ്ടാക്കും. മണിക്കൂറുകൾ ഉറങ്ങാതെ കിടക്കും. ഈ സാത്താൻ്റെ പണി കാരണമാണ്. ഇത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ബൈബിള് വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും നല്ല വചനമുണ്ട്, പ്രത്യാശയുടെ വചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതാ എൻ്റെ വിജയകരമായ വലതുകൈയുണ്ട് നിന്നെ പിടിച്ചിരിക്കുന്നു. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈക്കൊള്ളും. ഇങ്ങനെ പ്രത്യാശയുടെ വചനങ്ങളുണ്ട്. നമ്മുടെ സമ്പൂർണ്ണ ബൈബിളിൽ 33,000 വചനങ്ങൾ ഉള്ളതിൽ ഒരു 8,500ഓളം വാഗ്ദാന വചനങ്ങളുണ്ട്. ഈശോ പറയാണ് യോഹന്നാൻ 14:14, എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ആ ബൈബിൾ വചനം പറഞ്ഞിട്ട് ചോദിക്കണം. എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മുഴുവൻ ജീവിതം എന്നർത്ഥം. യേശുവിൻ്റെ മനുഷ്യാവതാരം, പീഡാനുഭവം, കുരിശുമരണം, ഉയർപ്പ്, ഇതാണ് യേശുവിൻ്റെ മുഴുവൻ ജീവിതം എന്ന് പറഞ്ഞാൽ. യേശുവിൻ്റെ മുഴുവൻ ജീവിതത്തിൻ്റെ യോഗ്യതയിൽ പിതാവേ ഇന്ന കാര്യങ്ങൾ നടത്തി തരണമേ എന്ന് പറഞ്ഞാൽ പിതാവ് തരും. കാരണം പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ദൈവത്തോടുള്ള തുല്യത വേണ്ട എന്ന് വെച്ച് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ ആയവനാണ് പുത്രൻ തമ്പുരാൻ യേശുവായി മാറിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.